ഹലോ, അമ്മ മനസ്സിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് ലൈക്ക് ചെയ്യണേ. അപ്പോൾ നമ്മുടെ മേഘയാണെങ്കിൽ എല്ലാവരും കൂടെ പിടിച്ചിട്ട് നന്നായിട്ട് പൊട്ടിച്ചിട്ടുണ്ടായിരുന്നു. അതുമാത്രമല്ല, ജാനകിക്കാണെങ്കിൽ മേഘയോടുള്ള എല്ലാ വിശ്വാസവും പോയി എന്നുള്ളത് മേഘ മനസ്സിലാക്കുവാണ്. അപ്പോൾ മേഘ ഇരുന്ന് കരയുന്നിടത്ത് വന്നിട്ട് മനോഹരം പറയുകയാണ്, ഉള്ളി അരിയുന്നത് കൊണ്ടാണോ കണ്ണിന്ന് വെള്ളം വരുന്നതെന്ന്. അപ്പോൾ മേഘ പറയുന്നുണ്ട്, നിങ്ങൾക്ക് എല്ലാവർക്കും എല്ലാം തമാശയാണ്, ഞാൻ കരയുവാണ്. അല്ല, സാധാരണയായിട്ട് നീയാണല്ലോ മറ്റുള്ളവരെ കരയിപ്പിക്കാറ്, അപ്പോൾ ഇപ്പം നീ എന്താ കരയുന്നത് എന്നൊക്കെ ചോദിക്കുന്ന സമയത്ത് മുത്തശ്ശിയും കടന്നു വന്നിട്ട് ചോദിക്കുന്നുണ്ട്, മേഘ, ശരിക്കും നീ തന്നെയാണോ ആരതിയുടെ കല്യാണം മുടക്കിയത്? ചന്ദ്രികയുടെ പേര് പറഞ്ഞിട്ട് അവളുടെ ഫോൺ എടുത്ത് വിളിച്ചത് നീയാണോ? അപ്പോഴും അവർക്ക് വിശ്വസിക്കാൻ തയ്യാറല്ലായിരുന്നു. അപ്പോൾ മേഘ പറയുന്നുണ്ട്, ഞാൻ തന്നെയാണ് ചന്ദ്രികയുടെ ഫോൺ എടുത്തിട്ട് ആകാശിൻ്റെ അച്ഛനെ വിളിച്ചിട്ട് സംസാരിച്ചത്. അത് കേട്ടപ്പോൾ മുത്തശ്ശിയും മനോഹരനും ആകെ ഷോക്കായിട്ട് നിൽക്കുകയാണ്. അപ്പോൾ മേഘ കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുകയാണ്. ചന്ദ്രികയുടെ ഫോൺ എടുത്തിട്ട് വിളിച്ചത് എന്തിനാണെന്ന് വെച്ചാൽ അത് അങ്ങനെയായി സംഭവിച്ചു കഴിഞ്ഞാൽ ജാനകി അമ്മായിക്ക് ചന്ദ്രികയോടുള്ള ദേഷ്യം കൂടുകയും എന്നോടുള്ള ഇഷ്ടം കൂടുകയും ചെയ്യുമല്ലോ, അതിന് വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്തത്. ഞാൻ വിചാരിച്ചതുപോലെ ഒക്കെ തന്നെ നടന്നതുമാണ്. ജാനകി അമ്മായി എന്നെ നന്നായിട്ട് വിശ്വസിച്ചതായിരുന്നു. മാത്രമല്ല, അവർ ചന്ദ്രികയെ അങ്ങേയറ്റം വെറുത്തതുമാണ്. പക്ഷേ ആ സുന്ദരി ഇടയിൽ കയറി വന്നിട്ട് ഇങ്ങനെ വീഡിയോ എടുക്കുന്ന ഞാൻ സ്വപ്നത്തിൽ പോലും കരുതിയില്ല. അവൾ ഒറ്റൊരാൾ കാരണമാണ് ഞാനിപ്പോൾ എല്ലാവർക്കും മുന്നിൽ കള്ളിയെപ്പോലെ നിൽക്കേണ്ടി വന്നത്. ജാനകി അമ്മായി എന്നെ വല്ലാതെ വിശ്വസിച്ചിരുന്നതാണ്. എന്നാൽ ആ വിശ്വാസമൊക്കെ ഇപ്പം നഷ്ടപ്പെട്ടു. ഇനി അവർ എന്നെ വിശ്വസിക്കുമോ എന്ന് പോലും എനിക്കറിയില്ല. മേഘ കരഞ്ഞുകൊണ്ട് പറഞ്ഞപ്പോൾ മുത്തശ്ശി തലയാട്ടിക്കൊണ്ട് നിൽക്കുകയാണ് ദേഷ്യത്തോടെ. അപ്പോൾ തന്നെ മനോഹരം പറയുന്നുണ്ട്, ഇങ്ങോട്ട് നോക്ക് മേഘ, പലനാൾ കള്ളൻ ഒരു നാൾ പിടിയിലെന്ന് കേട്ടിട്ടില്ലേ? അതുപോലെ ഇപ്പോൾ ജാനകിക്ക് നിന്നെ നന്നായിട്ട് മനസ്സിലായി. ഇനി നീ എന്തു പറഞ്ഞാലും അവർ വിശ്വസിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. മുത്തശ്ശി അത് തന്നെയാണ് ശരിവെക്കുന്നത്. എന്തായാലും ഇനി നിനക്ക് സിദ്ധുവിനെ അവർ വിവാഹം ചെയ്തു തരുമെന്ന് എനിക്ക് തോന്നുന്നില്ല. എനിക്ക് തോന്നുന്നത് സിദ്ധുവും ചന്ദ്രികയായിട്ടുള്ള വിവാഹം ഉടനെ തന്നെ നടക്കുമെന്നാണ്. എന്താ മാമ നിങ്ങളീ പറയുന്നത്? ജാനകി അമ്മായി അങ്ങനെ ചെയ്യുമോ? അപ്പോൾ അവർ പറയുന്നുണ്ട്, ചെയ്യാതെ എന്താ, ജാനകി ഇപ്പോൾ താമസിക്കുന്നത് ചന്ദ്രികയുടെ വീട്ടിലാണ്. അപ്പോൾ തീർച്ചയായിട്ടും സിദ്ധുവിനെ കൊണ്ട് ചന്ദ്രികയായിട്ടുള്ള കല്യാണം നടത്തി കഴിഞ്ഞാൽ അവർക്ക് വീണ്ടും ആ വീട്ടിൽ തന്നെ താമസം തുടരാം. പക്ഷേ നിൻ്റെ കൂടെ സിദ്ധുവിനെ കല്യാണം നടത്തി തന്നാൽ അവരെന്താ ചെയ്യുക? പക്ഷേ അത് കേട്ടപ്പോൾ മേഘയ്ക്ക് ഒന്നുകൂടെ ദേഷ്യം കയറാണ്. ഇല്ല, സിദ്ധുവും ചന്ദ്രികയായിട്ടുള്ള കല്യാണം ഞാൻ നടത്തിക്കില്ല. അവൾ വാശിയോടെ കണ്ണീരൊക്കെ തുടച്ചുകൊണ്ട് പറയാണ്. അപ്പോൾ മുത്തശ്ശി ചോദിക്കുന്നുണ്ട്, അവരുടെ രണ്ടുപേരുടെയും വിവാഹം മുടക്കിയത് കൊണ്ട് നീ എന്ത് ചെയ്യാനാണ് പോകുന്നത്? അതുകൊണ്ട് നിനക്ക് എന്ത് നേട്ടം ഉണ്ടാവാൻ പോകുന്നത്? നീ തന്നെ ചിന്തിച്ചു നോക്ക്. നിന്റെ ഭർത്താവ് മനീഷ് ഇപ്പോഴും ജീവനോടെ ഇല്ലേ? മുത്തശ്ശിയും മനോഹരനും ഒരേപോലെയാണ് സംസാരിക്കുന്നത്. പക്ഷെ മേഘയ്ക്ക് അതൊന്നും ഇഷ്ടപ്പെടുന്നേ ഉണ്ടായിരുന്നില്ല. മുത്തശ്ശി വീണ്ടും അവൾക്ക് ഉപദേശിച്ചു കൊടുക്കുകയാണ്, ദയവ് ചെയ്ത് നീ മനീഷിൻ്റെ കൂടെ ജീവിക്കാനുള്ള വഴി ആലോചിക്കേ. അതേ മേഘ, മനീഷാണെങ്കിൽ നിനക്ക് വേണ്ടിയാണ് ജീവിക്കുന്നത്. നീയും കുഞ്ഞും എന്ന് വെച്ചാൽ അവന് ജീവനാണ്. പിന്നെ നീ എന്തിനാണ് അവനെ ഒഴിവാക്കിയിട്ട് ഇങ്ങനെ സിദ്ധുവിൻ്റെ പിന്നാലെ നടക്കുന്നത്? മനോഹരനും പറഞ്ഞു കൊടുക്കുന്നുണ്ട്. ഇങ്ങോട്ട് നോക്ക് മേഘ, സിദ്ധാർത്ഥിനെ ഒന്നും നിനക്ക് കല്യാണം നടത്തി തരില്ല. അപ്പോൾ മേഘ ചാടി എഴുന്നേറ്റിട്ട് പറയാണ്, സിദ്ധുവിനെ എനിക്ക് കിട്ടിയില്ലെങ്കിലും വേണ്ടില്ല, പക്ഷേ ചന്ദ്രികയും സിദ്ധുവും തമ്മിൽ കല്യാണം നടക്കാൻ പാടില്ല. ശരിക്ക് പറഞ്ഞു കഴിഞ്ഞാൽ സിദ്ധുവിനെ കിട്ടുക എന്നുള്ളതല്ല, പക്ഷേ ചന്ദ്രികയ്ക്ക് കിട്ടാൻ പാടില്ല എന്നുള്ളതായിരുന്നു മേഘയുടെ ആവശ്യം. അവൾ പറയുന്നുണ്ട്, ഞാൻ ഇപ്പം തന്നെ പോയിട്ട് ജാനകി അമ്മായിയോട് മാപ്പ് ചോദിക്കട്ടെ. അവർക്ക് ഞാൻ ഒരുപാട് സഹായം ചെയ്തതാ, അതുകൊണ്ട് തീർച്ചയായിട്ടും അവരെനിക്ക് മാപ്പ് തരും. തന്നത് തന്നെ. മനോഹരൻ ചിന്തിക്കുന്നുണ്ട്. മുത്തശ്ശിയും പറയണം, മേഘ നീ എന്ത് ഭാവിച്ചിട്ടാ? അവർ രണ്ടുപേരും പറയുന്നത് കേൾക്കാതെ മേഘ വേഗം ഇറങ്ങി പോവാണ് ജാനകിയോട് മാപ്പ് ചോദിക്കാൻ വേണ്ടിയിട്ട്. ആ സമയത്ത് മുത്തശ്ശി മനോഹരനോട് പറയുന്നുണ്ട്, ജീവനോടെയുള്ള ഭർത്താവിനെ ഉപേക്ഷിച്ചിട്ട് വേറൊരുത്തന് വേണ്ടി ആഗ്രഹിക്കുന്ന ഇവളെ എന്ത് പറയാനാ? ചേച്ചി, കറക്റ്റാ ചേച്ചി പറഞ്ഞത്. ചേച്ചിയെപ്പോലെ തന്നെയാ മേഘയും. അത് കേട്ടപ്പോൾ മുത്തശ്ശിക്ക് ദേഷ്യം വരികയാണ്. എന്നാലും കൃത്യമായിട്ട് എങ്ങനെയാ ചേച്ചിയെപ്പോലെ തന്നെ മേഘയായത്? മനോഹരൻ വിട്ടുകൊടുക്കുന്നില്ല. നിനക്കില്ലേ എൻ്റെ കയ്യിൽ നിന്ന് നല്ലോണം കിട്ടും. മുത്തശ്ശി ദേഷ്യത്തോടെ മനോഹരനോട് പറയാണ്, അയാൾ എന്നെയാണ് പറ്റിച്ചിട്ട് പോയത്, അല്ലാതെ ഞാൻ അയാളെ പറ്റിച്ചിട്ടല്ല പോയത്. അയാളെ എന്നല്ല, ഞാൻ ആരെയും പറ്റിച്ചിട്ടില്ല. എന്നെ മേഘയുമായിട്ട് കമ്പയർ ചെയ്യരുത്. അപ്പോൾ മനോഹരൻ പറയാണ്, ചേച്ചിയുടെ ശരീരത്തിൽ ഓടുന്ന രക്തം തന്നെയല്ലേ മേഘയുടെ ശരീരത്തിൽ ഓടുന്നത്. അപ്പോൾ പിന്നെ ചേച്ചി ചെയ്യുന്നത് തന്നെയല്ലേ മേഘയും ചെയ്യുക. അതുകൊണ്ട് മേഘയെ കുറ്റം പറയുകയൊന്നും വേണ്ട. ഏയ് മനോഹര, നിന്നോട് ഞാൻ ആദ്യമേ പറഞ്ഞു, വീണ്ടും വീണ്ടും എന്നെ തന്നെ ഇങ്ങനെ വെറുപ്പ് കയറ്റിക്കൊണ്ടിരിക്കരുത്. മേഘയുമായിട്ട് എന്നെ കമ്പയർ ചെയ്യുകയും ചെയ്യരുത്. ഞാൻ മേഘ ചെയ്യുന്നത് പോലെയല്ല ചെയ്തിട്ടുണ്ടായിരുന്നത്. ഒരു കമ്പിപ്പാരെടുത്ത് നിൻ്റെ തലമണ്ടക്കകത്ത് ഞാൻ കയറ്റും. അപ്പോൾ അയാൾ പറയുന്നുണ്ട്, ചേച്ചി, നിങ്ങളുടെ രണ്ടുപേരുടെ ഇടയിൽ കിടന്ന് ഇങ്ങനെ നരകിക്കുന്നതിനേക്കാൾ നല്ലത് ഞാൻ തന്നെ ഒരു കമ്പിപ്പാരെടുത്ത് എൻ്റെ തലയിൽ കൂടെ കയറ്റുന്നതാണ്. എങ്കിൽ പിന്നെ അത് ചെയ്തോ. ചേച്ചി അനിയനും പരസ്പരം ഓരോന്ന് പറഞ്ഞ് അങ്ങോട്ടും ഇങ്ങോട്ടും തല്ലുകൂടുകയാണ്. ആ സമയം കൊണ്ട് മേഘ
ജാനകിയുടെ അടുത്തെത്തിയിട്ടുണ്ടായിരുന്നു. ജാനകിയാണെങ്കിൽ തോട്ടത്തിലിരുന്നിട്ട് പൂവുകളൊക്കെ പറിക്കുകയാണ് പൂജയ്ക്ക് വെക്കാൻ വേണ്ടിയിട്ട്. ആ സമയത്ത് മേഘ കരഞ്ഞുകൊണ്ടെന്ന പോലെ വന്നിട്ട് വിളിക്കുന്നുണ്ട് അമ്മായി. അത് കേട്ടപ്പോൾ ജാനകി ഒട്ടും താല്പര്യമില്ലാതെ മേഘയെ നോക്കുവാണ്. ആ സമയത്ത് മനോഹരനാണെങ്കിൽ പുറത്തേക്ക് വന്നിട്ടുണ്ടായിരുന്നു. മേഘ ജാനകിയുടെ അടുത്ത് നിൽക്കുന്നത് കണ്ടപ്പോൾ തന്നെ മനോഹരൻ അവിടെ സ്റ്റക്കായിട്ട് നിൽക്കുകയാണ്. എന്താ മേഘ ചെയ്യുന്നത് എന്ന് അറിയാൻ വേണ്ടിയിട്ട്. അപ്പോൾ മേഘയാണെങ്കിൽ ജാനകിയോട് വളരെ ദയനീയമായിട്ട് സംസാരിക്കുന്നുണ്ടായിരുന്നു. എനിക്ക് മാപ്പ് തരണം അമ്മായി, ഞാൻ ആരതിയുടെ കല്യാണം മുടക്കണം എന്ന് കരുതിയിട്ടല്ല അങ്ങനെ ചെയ്തത്. വാസുമാമനെ പറ്റി കല്യാണത്തിന് മുന്നേ തന്നെ അവർക്ക് മനസ്സിലാവണം എന്ന് കരുതിയിട്ടാണ് ഞാൻ അങ്ങനെ പറഞ്ഞത്. ജാനകി ഒന്നും മിണ്ടാതെ കേട്ട് നിൽക്കുകയാണ്. അപ്പോഴേക്കും മനോഹറിന് പിന്നാലെ മുത്തശ്ശിയും അങ്ങോട്ട് വന്നിട്ടുണ്ടായിരുന്നു. മേഘ ജാനകിയോട് സംസാരിക്കുന്നത് കണ്ടിട്ട് അവരും അവിടെ കാത്തു നിൽക്കുകയാണ്, എന്താണ് മേഘ പറയുന്നത് എന്ന് അറിയാൻ വേണ്ടി. ആ സമയത്ത് മേഘ അവളെ സ്വയം ന്യായീകരിച്ചുകൊണ്ട് സംസാരിക്കുകയാണ്. ആരതിയുടെ കല്യാണം കഴിഞ്ഞതിന് ശേഷം അവൾക്ക് ജീവിതത്തിൽ പ്രശ്നങ്ങളൊന്നും ഉണ്ടാകരുത് എന്ന് കരുതിയിട്ടാണ് ഞാൻ ആദ്യം തന്നെ ഈ കാര്യങ്ങളൊക്കെ അവരോട് പറഞ്ഞു കൊടുത്തത്. പിന്നീടാണ് അറിയുന്നതെങ്കിൽ അത് ആരതിയുടെ ജീവിതത്തെയാണല്ലോ ബാധിക്കുക. അങ്ങനെ ഒരു നല്ല ഉദ്ദേശത്തോടു കൂടിയാണ് ഞാൻ ഇങ്ങനെയൊക്കെ ചെയ്തത്. എന്നാൽ എല്ലാവരും അതൊരു വേറെ രീതിയിലാണ് മനസ്സിലാക്കിയത് അമ്മായി. എൻ്റെ ഇൻറ്റൻഷൻ ശരിക്കും പറഞ്ഞാൽ ആരതിയുടെ കല്യാണം മുടക്കുക എന്നായിരുന്നില്ല. കല്യാണത്തിന് ശേഷം അവൾ നന്നായിട്ട് ജീവിക്കണമെന്നായിരുന്നു എൻ്റെ ആഗ്രഹം അമ്മായി. അപ്പോഴേക്കും ജാനകിയുടെ ക്ഷമ നശിച്ചിട്ടുണ്ടായിരുന്നു. മിണ്ടാതിരിക്കടി. അത് കേട്ടപ്പോൾ തന്നെ മനോഹരനും മുത്തശ്ശിയും ഞെട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ജാനകി പറയുന്നുണ്ട്, ഈ കള്ളത്തരങ്ങളൊക്കെ നിന്റെ വീട്ടിൽ 2 ശവങ്ങളില്ലേ അവരോട് പോയി പറയ്. അത് കേട്ടപ്പോൾ മനോഹരൻ ശബ്ദം താഴ്ത്തി പറയാണ്, ശവങ്ങളോ? മുത്തശ്ശി തലയാട്ടിയിട്ട് പറയുന്നുണ്ട്, ആടാ അതേന്ന്. അപ്പോൾ ജാനകി ദേഷ്യത്തോടെ മേഘയോട് പറയാണ്, അവർ വേണമെങ്കിൽ വിശ്വസിക്കും, അല്ലാതെ ഞാനിനി നിന്നെ വിശ്വസിക്കുമെന്ന് നീ കരുതരുത്. നിന്നെക്കുറിച്ച് എനിക്ക് നന്നായിട്ട് മനസ്സിലായി. നിന്റെ മുഖം കാണുന്നത് തന്നെ എനിക്ക് ദുശ്ശകുനമാണ്. എൻ്റെ മുന്നിൽ നിന്ന് പൊയ്ക്കോ. ഇനിയും കാണുമ്പോൾ എനിക്ക് നിന്നെ എന്തെങ്കിലും ചെയ്യാൻ തോന്നും. അമ്മായി പ്ലീസ് അമ്മായി, മറ്റുള്ളവരെന്നെ തെറ്റിദ്ധരിച്ചാലും എനിക്ക് അതിനെക്കുറിച്ച് യാതൊരു പ്രശ്നവും ഇല്ല. എന്നാൽ നിങ്ങൾ എന്നെ തെറ്റിദ്ധരിക്കരുത് അമ്മായി. നിങ്ങളുടെ നന്മയ്ക്ക് വേണ്ടിയാണ് അമ്മായി ഞാൻ അങ്ങനെയൊക്കെ ചെയ്തത്. പ്ലീസ് അമ്മായി, എനിക്ക് മാപ്പ് തന്നു എന്നുള്ള ഒരൊറ്റൊരു വാക്ക് പറഞ്ഞാൽ മതി. എന്നിട്ടും ജാനകി ഒന്നും മിണ്ടാതെ ദേഷ്യത്തോടെ തന്നെ നിൽക്കുകയാണ്. അപ്പോൾ മേഘ കുസൃതിയോടെന്ന പോലെ പറയുന്നുണ്ട്, നിങ്ങൾ എനിക്ക് മാപ്പ് തന്നില്ലെങ്കിൽ ഞാൻ ഇവിടെ നിന്ന് പോവില്ല. എന്നിട്ടും മേഘ വിട്ടുകൊടുക്കുന്നില്ല. മേഘ ജാനകിയുടെ കാൽക്കീഴിൽ ഇരുന്നു കൊണ്ട് അവരുടെ കൈ പിടിച്ചിട്ട് ഇങ്ങനെ പറഞ്ഞുകൊണ്ടേ ഇരിക്കുകയാണ്, അമ്മായി സത്യമായിട്ടും എനിക്ക് മാപ്പ് തന്നു എന്ന് പറ അമ്മായി. ഞാൻ നിങ്ങളുടെയൊക്കെ നല്ലതിന് വേണ്ടിയാണ് അങ്ങനെ ചെയ്തത്. പറ അമ്മായി, എനിക്ക് മാപ്പ് തന്നു എന്ന് പറ അമ്മായി എന്നൊക്കെ പറഞ്ഞ് അവരുടെ കൈ ഇങ്ങനെ പിടിച്ച് വലിച്ചുകൊണ്ടിരിക്കുകയാണ്. ജാനകിക്കാണെങ്കിൽ നല്ല ദേഷ്യം വരുന്നുണ്ടായിരുന്നു. അവർ മേഘ പിടിച്ച കൈ അങ്ങനെ കുതറിയിട്ട് വലിച്ചു മാറ്റുവാണ്. അതും പോരാഞ്ഞ് മേഘയുടെ ചെകിട്ടത്തൊന്ന് പൊട്ടിച്ചു കൊടുക്കുകയാണ്. മേഘയാണേലും മനോഹരനും മുത്തശ്ശിയാണെങ്കിലും ഒന്നും അത് പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നില്ല. പെട്ടെന്ന് ജാനകി അങ്ങനെ ചെയ്തപ്പോൾ എല്ലാവരും ഒന്ന് ഞെട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ജാനകി ദേഷ്യത്തോടെ പറയാണ്, നീ കാരണം ചന്ദ്രികയെ ഞാൻ എത്രത്തോളം വഴക്ക് പറഞ്ഞിട്ടുണ്ടെന്ന് നിനക്കറിയാമോ? പാവാണടി അവള്. അവസാനം എൻ്റെ മകളുടെ കല്യാണം നടത്താൻ അവൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. എന്തിനു വേണ്ടിയാണോ മേഘ കഷ്ടപ്പെട്ടത് അതിൻ്റെ ഓപ്പോസിറ്റാണ് സംഭവിച്ചുകൊണ്ടേയിരിക്കുന്നത്. ചന്ദ്രികയോട് സ്നേഹം തോന്നരുത് എന്ന് വിചാരിച്ചിട്ടാണ് ചെയ്തതെങ്കിൽ ഇപ്പോൾ എല്ലാവർക്കും ചന്ദ്രികയോടാണ് സ്നേഹം. അപ്പോൾ ജാനകി പറയുന്നുണ്ട്, നീ ഒരാൾ കാരണമാണ് ചന്ദ്രികയെ ഞാൻ ഇത്രയും കാലം എനിക്ക് ദേഷ്യം തോന്നിയത് അവളോട്. ഇനി എൻ്റെ കൺമുന്നിൽ പോലും നിൻ്റെ മുഖം ഞാൻ കാണാൻ പാടില്ല. എൻ്റെ മുന്നിൽ നിന്ന് പൊയ്ക്കോ അമ്മായി പ്ലീസ് അമ്മായി, ഞാൻ പറയുന്നൊന്ന് കേൾക്കമ്മായി. മേഘ വീണ്ടും യാചിച്ചുകൊണ്ടേ ഇരിക്കുകയാണ്. നിന്നോട് മര്യാദയുടെ ഭാഷയിലാണ് ഞാൻ പറഞ്ഞത്. ഇനി എൻ്റെ കൺമുന്നിൽ വരാൻ പാടില്ലെന്ന്. പൊയ്ക്കോ. പോവാനാ പറഞ്ഞത്. അതുകൂടി കേട്ടപ്പോൾ മേഘ അനങ്ങാതെ പിന്നെ തിരിച്ചു വരികയാണ്. ആ സമയത്ത് മനോഹരനും മുത്തശ്ശിയാണെങ്കിൽ മേഘയും ജാനകിയും സംസാരിക്കുന്നത് നോക്കി നിൽക്കുകയാണല്ലോ. അപ്പോൾ മനോഹരനാണെങ്കിൽ സമാധാനത്തിൽ ആശ്വാസത്തോടെ പറയുന്നുണ്ട്, അയ്യോ ഇപ്പോഴാ ചേച്ചി മനസ്സിന് സമാധാനമായത്. അതെന്താടാ നീ അങ്ങനെ പറഞ്ഞത്? അതല്ല ചേച്ചി, ജാനകിയുടെ കയ്യിൽ നിന്ന് ആദ്യം ഞാനാണ് അടി വാങ്ങിയത്, പിന്നീട് ചേച്ചി അടി വാങ്ങി. മേഘയ്ക്ക് മാത്രം അടി കിട്ടിയില്ലല്ലോ എന്ന് ആലോചിച്ച് വല്ലാത്തൊരു ടെൻഷനായിരുന്നു. പക്ഷെ ഇന്നൊരു സമാധാനമായി. മേഘയ്ക്കും കൂടി തല്ല് കിട്ടിയല്ലോ. ഹോ, ഇപ്പോഴാണ് സമാധാനമായത്. അത് കേട്ടപ്പോൾ മുത്തശ്ശി പറയുന്നുണ്ട്, ആഹാ നീ ഇങ്ങനെ സന്തോഷത്തോടെയാണ് ഇതിൻ്റെ പേരിൽ നിൽക്കുന്നതെന്നങ്ങ് മേഘ അറിഞ്ഞു കഴിഞ്ഞാൽ ഇനി അവൾ നിനക്ക് കഴിക്കുന്ന ഭക്ഷണത്തിൽ വിഷം കലക്കിത്തരും. അയ്യോ, അല്ല തന്നെ മുന്നേ പാറ്റയിട്ടിട്ടാണ് ഭക്ഷണം തന്നിട്ടുള്ളത്. ഇനി ഇതുകൂടി അറിഞ്ഞു കഴിഞ്ഞാൽ മേഘ വിഷം തന്നെ കലക്കിത്തരും. മനോഹരനും പറയുന്നുണ്ട്, തീർച്ചയായിട്ടും അവൾ ചെയ്യും ചേച്ചി, കാരണം നിങ്ങളുടെ കൊച്ചുമോളാണല്ലോ എന്ന് പറഞ്ഞു തീർന്നത് മുത്തശ്ശിയുടെ കയ്യിൽ നിന്ന് മനോഹരനൊരു തല്ല് കിട്ടുകയാണ്. ഇറങ്ങിപ്പോടാ, എന്ത് പറഞ്ഞാലും വെറുതെ എന്നെ കളിയാക്കിക്കൊണ്ടേയിരിക്കും. ആ സമയത്ത് ജാനകി ഇങ്ങനെ ദേഷ്യത്തോടെ മേഘയെ തന്നെ നോക്കി നിൽക്കുകയാണ്.
വാസുദേവൻ മദ്യപിച്ച് ആടിക്കുഴഞ്ഞുകൊണ്ടാണ് ജ്യോതിയുടെ വീട്ടിലേക്ക് വന്നിട്ടുണ്ടായിരുന്നത്. കോളിംഗ് ബെല്ലിൻ്റെ ശബ്ദം കേട്ടിട്ട് ജ്യോതി വന്ന് വാതിൽ തുറക്കുകയാണ്. അപ്പോൾ വാസുവിനെ കണ്ടപ്പോൾ തന്നെ ജ്യോതി ചോദിക്കുന്നുണ്ട്, എന്താ നിങ്ങൾ ഒരുമാതിരി പോലെ? പക്ഷേ വാസു അതിന് മറുപടി ഒന്നും പറയാതെ ദേഷ്യത്തോടെ അകത്തേക്ക് കയറി ചെല്ലുവാണ്. പിന്നാലെ പോയിട്ട് ജ്യോതി ചോദിക്കുന്നുണ്ട്, നിങ്ങൾ മദ്യപിച്ചിട്ടുണ്ടോ? എന്തൊക്കെയോ സംശയങ്ങൾ ജ്യോതിയിൽ തോന്നുന്നുണ്ടായിരുന്നു. എന്നിട്ടും അവൾ പിന്നാലെ പോയിട്ടാണ് സംസാരിക്കുന്നത്. നിങ്ങൾ മദ്യപിച്ചിട്ടുണ്ടോ എന്ന് ചോദിക്കുന്ന സമയത്ത് വാസു സമ്മതിക്കുകയാണ്. നിങ്ങൾ കുടിക്കില്ല എന്ന് എന്നോട് സത്യം ചെയ്ത് പറഞ്ഞതല്ലേ? അപ്പോൾ ജ്യോതി സ്നേഹത്തോടെ വാസുവിൻ്റെ അരികിൽ ഇരുന്നിട്ട് പറയുകയാണ്, നിങ്ങൾ മദ്യപിക്കുന്നതിലൊന്നും എനിക്കൊരു പ്രശ്നവും ഇല്ല. പക്ഷേ മദ്യപിക്കുന്നത് കാരണം നിങ്ങൾക്ക് എന്തെങ്കിലും ആരോഗ്യപരമായ പ്രശ്നങ്ങൾ വരുമോ എന്ന് ആലോചിക്കുമ്പോഴാണ് എനിക്ക് ടെൻഷൻ. വാസു ജ്യോതിയെ തന്നെ നോക്കിക്കൊണ്ട് നിൽക്കുകയാണ്. ഹോ, എത്ര നന്നായിട്ട് ഇവൾ അഭിനയിക്കുന്നത് എന്നൊരു ഭാവത്തിൽ. അപ്പോൾ ജ്യോതി കൊഞ്ചി പറയുന്നുണ്ട്, നിങ്ങൾ മദ്യപിച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ ശരീരത്തിന് എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ അത് എന്നെയല്ലേ ബാധിക്കുക? നിങ്ങളെപ്പോഴും സന്തോഷത്തോടെ നിൽക്കുകയാണെങ്കിൽ മാത്രമല്ലേ എനിക്കിവിടെ സമാധാനത്തോടെ ജീവിക്കാൻ പറ്റുള്ളൂ. അത് കേട്ടപ്പോൾ വാസുവിന് പരിഹാസമാണ് തോന്നുന്നത്. അതെ അതെ അതെ, ഞാൻ നന്നായിട്ട് ജീവിച്ചാൽ മാത്രമേ എൻ്റെ കയ്യിൽ നിന്ന് നിനക്ക് നന്നായിട്ട് കിട്ടുള്ളൂ. കാശി എന്നൊരു അർത്ഥത്തിലാണ് വാസു സംസാരിക്കുന്നത്. അപ്പോൾ തന്നെ ജ്യോതിക്ക് വല്ലാത്തൊരു സംശയം തോന്നുന്നുണ്ട്. അതെ അല്ലേ? അപ്പോൾ ജ്യോതി ചോദിക്കുന്നുണ്ട്, നിങ്ങളെന്താ ഇങ്ങനെ സംസാരിക്കുന്നത്? പെട്ടെന്ന് തന്നെ വാസു മുഖം മാറ്റുവാണ്. ഏയ് അതല്ല ജ്യോതി, ഞാൻ നന്നായിട്ട് ജീവിച്ചാൽ മാത്രമല്ലേ നീ ആഗ്രഹിക്കുന്ന കാര്യങ്ങളൊക്കെ എനിക്ക് വാങ്ങിച്ചു തരാൻ പറ്റുള്ളൂ എന്നാണ് ഞാൻ ഉദ്ദേശിച്ചത്. അത് കേട്ടപ്പോൾ ജ്യോതിയുടെ സംശയം മാറുവാണ്. അവൾ പുഞ്ചിരിച്ചോട് പറയുന്നുണ്ട്, ശരി, നിങ്ങൾ റെസ്റ്റ് റൂമിൽ പോയിട്ട് ഫ്രഷ് ആയിട്ട് വാ, ഞാൻ ഭക്ഷണമൊക്കെ എടുത്തു വെക്കാം. അപ്പോൾ വാസു ഇങ്ങനെ ജ്യോതിയെ തന്നെ നോക്കിക്കൊണ്ട് മനസ്സിൽ ചിന്തിക്കുന്നുണ്ട്, ഹോ, എത്ര നന്നായിട്ട് അഭിനയിക്കുന്നത് നീ. എനിക്ക് നിന്നോടുള്ള ദേഷ്യത്തിന് നിന്റെ കഴുത്ത് ഞെക്കി കൊല്ലാൻ തോന്നുന്നുണ്ട്. വാസുവിൻ്റെ നോട്ടം കുറച്ച് അധികമായപ്പോൾ ജ്യോതി ചോദിക്കുന്നുണ്ട്, നിങ്ങളെന്താ ഇങ്ങനെ നോക്കുന്നത്? ഏയ് ഒന്നുമില്ല എന്ന് പറഞ്ഞിട്ട് ജ്യോതിയുടെ കവിളിൽ അയാൾ പിച്ചുവാണ്. എന്നിട്ട് വാസു എഴുന്നേറ്റിട്ട് ഫ്രഷ് ആവാൻ വേണ്ടി പോകുന്ന സമയത്ത് ജ്യോതി ചിന്തിക്കുന്നുണ്ട്, ഇതെന്താ ഇദ്ദേഹം എന്തോ ഒരുമാതിരി സംസാരിക്കുന്നത്? വാസു ഫ്രഷ് ആയിട്ട് വരുമ്പോഴേക്കും ജ്യോതി ടേബിളിന് മുകളിൽ ഭക്ഷണമൊക്കെ നിരത്തി വെച്ചിട്ടുണ്ടായിരുന്നു. അയാളോട് ഇരിക്കാൻ പറഞ്ഞപ്പോൾ വാസു ഇരുന്നിട്ട് ജ്യോതിയെ തന്നെ നോക്കിക്കൊണ്ട് നിൽക്കുകയാണ്. അപ്പോൾ ജ്യോതി സ്നേഹത്തോടെ പറയുന്നുണ്ട്, ഉച്ചക്ക് കഴിക്കേണ്ട ഭക്ഷണം വൈകുന്നേരം കഴിച്ചാൽ എന്താ ചെയ്യുക? നേരത്തിന് ഭക്ഷണം കഴിച്ചാൽ മാത്രമല്ലേ ആരോഗ്യം നന്നായിട്ടുണ്ടാവുള്ളൂ. കഴിക്ക് എന്നാ. വാസു ആണെങ്കിൽ കൈവച്ച് ആ ചോറിങ്ങനെ ഞെരടിക്കൊണ്ടേയിരിക്കുകയാണ് കഴിക്കാതെ. അപ്പം അയാൾ ചിന്തിക്കുന്നുണ്ട്, ഒരു പക്ഷേ ഈ ചോറിൽ ഇവൾ വിഷം ചേർത്തിട്ടുണ്ടോ എന്ന് എങ്ങനെയാ അറിയുക? അപ്പോൾ ആ ചോറിങ്ങനെ ഞെരടുന്ന ദേഷ്യത്തിലൊക്കെ നോക്കുന്നത് ജ്യോതിയെ തന്നെയാണ്. ജ്യോതിയാണെങ്കിൽ വാസു തന്നെ തന്നെ നോക്കി നിൽക്കുന്നത് ശ്രദ്ധിച്ചതുകൊണ്ട് ചോദിക്കുന്നുണ്ട്, ഇതെന്താ എന്നെ ഇങ്ങനെ നോക്കി നിൽക്കുന്നത്? ആദ്യം ഈ ചോറ് നീ കഴിക്ക്, ശേഷം ഞാൻ കഴിക്കാം. ഇല്ല, ആദ്യം നിങ്ങൾ കഴിക്ക്, എന്നിട്ട് ഞാൻ കഴിച്ചോളാം, ജ്യോതി പറയുന്നുണ്ട്. ഇല്ല ഇല്ല, ആദ്യം ഈ ഭക്ഷണം നീ കഴിക്കണം. വേണ്ട, നിങ്ങൾ കഴിക്ക്. പക്ഷെ അതൊന്നും കേൾക്കാതെ ജ്യോതിയെ പിടിച്ച് അടുത്ത് തന്നെ ഇരുത്തുകയാണ് വാസു. എന്നിട്ട് കയ്യിൽ കുഴച്ചിട്ടുണ്ടായിരുന്ന ചോറ് ജ്യോതിയുടെ മുഖത്തേക്ക് വലിച്ചെന്ന പോലെയാണ് ഇട്ട് കൊടുക്കുന്നത്. വാരിക്കൊടുക്കുകയൊന്നുമല്ല ചെയ്യുന്നത്. ജ്യോതിയുടെ വായുടെ അകത്തും പുറത്തും ഒക്കെ ആയിട്ടുണ്ടായിരുന്നു. വായിൻ്റെ ഉള്ളിലേക്കാക്കിയിട്ട് വായു കൈകൊണ്ട് ഇങ്ങനെ അമർത്തുവാണ്. അപ്പോൾ ജ്യോതിയാണെങ്കിൽ പറയുന്നുണ്ട് ഭക്ഷണം കഴിച്ചതിന് ശേഷം, എന്താ നിങ്ങൾ ഈ ചെയ്യുന്നത്? ഇങ്ങനെ തന്നു കഴിഞ്ഞാൽ എനിക്ക് ശ്വാസം മുട്ടില്ലേ? ജ്യോതിക്ക് സംശയം തോന്നാതിരിക്കാൻ വേണ്ടി വാസു പറയുന്നുണ്ട്, ഇതൊക്കെ എനിക്ക് നിന്നോടുള്ള സ്നേഹമല്ലേ? മതി മതി, നിങ്ങൾക്ക് എന്നോടുള്ളൊരു സ്നേഹം. ജ്യോതി, ഈ കാലത്ത് ആരെയും വിശ്വസിക്കാൻ പറ്റില്ല. വാസു പറഞ്ഞത് കേട്ടതും ജ്യോതിയുടെ സംശയം ഒന്നുകൂടി വർദ്ധിക്കുകയാണ്. അപ്പോൾ അവൾ ചോദിക്കുന്നുണ്ട്, വിശ്വസിക്കാൻ പറ്റില്ല എന്ന് ആരെക്കുറിച്ചാണ് നിങ്ങൾ പറഞ്ഞത്? ഞാൻ പൊതുവായിട്ട് പറഞ്ഞതാണ്. പറ്റിക്കപ്പെടാൻ ആൾക്കാർ നിന്നു കൊടുക്കുമ്പോൾ പറ്റിക്കാൻ ആൾക്കാർ ഒരുപാടുണ്ടാവും. നാവ് കുഴഞ്ഞുകൊണ്ടാണ് വാസു പറയുന്നത്. കാരണം അയാൾ മദ്യലഹരിയിലാണ് ഉണ്ടായിരുന്നത്. അപ്പോൾ ജ്യോതി സംശയത്തോടെ വീണ്ടും ചോദിക്കുകയാണ്, നിങ്ങൾ പറയുന്നത് എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. നിനക്ക് മനസ്സിലാവില്ല, എന്നാൽ എനിക്ക് നന്നായിട്ട് മനസ്സിലാവും. ജ്യോതിയാണെങ്കിൽ സംശയത്തോടെ വാസുവിനെ തന്നെ നോക്കി നിൽക്കുകയാണ്. തങ്ങൾ സംസാരിച്ചത് വാസു കേട്ടോ എന്നൊക്കെ ജ്യോതിയിൽ സംശയം ഉണ്ടായിരുന്നു. വാസു ആണെങ്കിൽ ഒന്നും അറിയാതെ ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ സമയത്താണ് ജ്യോതിയുടെ ഫോൺ റിങ് ചെയ്യുന്നത്. എടുത്തിട്ട് പെട്ടെന്ന് തന്നെ ജ്യോതി പറയുന്നുണ്ട്, ഏട്ടൻ വിളിക്കുന്നുണ്ട്, ഞാൻ പുറത്തുപോയി സംസാരിച്ചിട്ട് വരാം. ആര്? നിന്റെ ഏട്ടൻ അഖിലനോ? ആ, പോയി സംസാരിച്ചോ. അപ്പോൾ ജ്യോതി ഫോണുമായിട്ട് പുറത്തേക്ക് പോവാണ്. ആ ഏട്ടാ പറയൂ. ആ സമയത്ത് വാസു ചിന്തിക്കുന്നുണ്ട്, എടീ, നീയും നിന്റെ ഏട്ടനും ചേർന്നിട്ട് എന്നെ പറ്റിക്കാന്ന് കരുതിയോ? നിങ്ങളെ രണ്ടുപേരെയും ഞാൻ എന്താ ചെയ്യാൻ പോകുന്നതെന്ന് കണ്ടോ എന്ന് പറഞ്ഞിട്ട് ആ പ്ലേറ്റിൽ തന്നെ കൈ കഴുകിയിട്ട് ദേഷ്യത്തോടെ ജ്യോതി പോയ ഭാഗത്തേക്ക് തന്നെ നോക്കി നിൽക്കുകയാണ്. അങ്ങനെ രാത്രിയായ സമയത്ത് മേഘയുടെ വീട്ടിലെല്ലാവരും കിടന്നുറങ്ങുവാണ്. ആ സമയത്ത് ഒരു എലി അവിടേക്ക് വന്നിട്ടുണ്ടായിരുന്നു. കാരണം ആ വീട്ടിൽ അത്രയും സ്ഥലമുള്ളൂ, എല്ലാ സാധനങ്ങളും വെക്കുന്നിടത്ത് തന്നെയാണ് അവർ കിടക്കുന്നതും.
അപ്പോൾ എലി വന്നിട്ട് പ്രിയ കഴിച്ചിട്ടുണ്ടായിരുന്ന ബാക്കി വെച്ചിട്ടുണ്ടായിരുന്ന ഒരു ലേസിൻ്റെ കവറിനുള്ളിലേക്ക് പോവാണ്. അതിനുശേഷം നേരെ പോയത് മനോഹരൻ്റെ അടുത്തേക്കാണ്. മനോഹരനാണെങ്കിൽ ഉറക്കപ്പിച്ചിൽ കൈകൊണ്ട് തട്ടി മാറ്റിയിട്ട് ഒന്ന് പോയിക്കുക എന്നൊക്കെ പറയുകയാണ്. അതിനുശേഷം കുറച്ചു നേരം കഴിഞ്ഞപ്പോൾ മേഘയുടെ ബെഡിലാണ് ആ എലിയെ കാണുന്നത്. മേഘയുടെ കാലിൽ ഇങ്ങനെ തുറന്നു ഇതാക്കുന്ന സമയത്ത് മേഘ പെട്ടെന്ന് ഉറക്കം ഞെട്ടിയിട്ട് നോക്കുകയാണ്. അവൾ ആകെ പേടിച്ചു പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ മേഘയുടെ ശബ്ദം കേട്ടപ്പോൾ എലി അവിടുന്ന് പോയിട്ടുണ്ട്. പക്ഷേ മേഘ നോക്കുമ്പോൾ കാണുന്നത് തൊട്ടടുത്തായിട്ട് പാമ്പ് നിൽക്കുന്നതാണ്. മേഘ ശരിക്കും ഭയന്നു പോയിട്ടുണ്ടായിരുന്നു. അവൾ ശബ്ദം ഉണ്ടാക്കിയിട്ട് എല്ലാവരും വിളിച്ചുണർത്തുകയാണ്. പെട്ടെന്ന് തന്നെ അവൾ പിന്നോട്ടേക്ക് മാറാൻ ശ്രമിക്കുന്നുണ്ട്. പക്ഷേ പാമ്പ് അവിടെ തന്നെയാണ് നിൽക്കുന്നത്. എല്ലാവരും മേഘയുടെ ശബ്ദം കേട്ട് എഴുന്നേറ്റെടുത്തായിട്ടാണ് ഇന്നത്തെ എപ്പിസോഡ് വൈൻഡപ്പ് ചെയ്യുന്നത്.